ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ബിബിൻ മറ്റത്തിൽ, CST. ഞാൻ ചെറുപുഷ്പ സഭാംഗമാണ്. ഗോരഖ്പൂർ നേപ്പാൾ പ്രൊവിൻസിന് വേണ്ടി ഏകദേശം 3.5 വർഷമായി ഞാനിവിടെ വർക്ക് ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ചൊരു തീമിന് വേണ്ടിയിട്ട് നിലനിൽക്കാം, അങ്ങനെ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് യാത്ര ചെയ്യാം എന്നൊരു തീരുമാനത്തിലെത്തി. കാരണം അത് തീമാണ് സീറോ ഫുഡ് വേസ്റ്റേജ്, എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ഇൻ നേപ്പാൾ, ദെൻ പ്രൊമോഷൻ ഓഫ് റോസറി. ഇങ്ങനെ ഒരു 3 മുഖ്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ആ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തുകയും ഏപ്രിൽ മാസം 6-ാം തീയതി യാത്ര ആരംഭിക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു. ഞങ്ങൾ ഇവരുടെ ഫാമിലിയോട് ബൈയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പം അവർ ചോദിക്കുന്നുണ്ട് നേരെ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പെങ്ബോച്ചെ എന്ന് പറയും. അപ്പോൾ തിങ്ബോച്ചെ, പെങ്ബോച്ചെ, ദിങ്ബോച്ചെ, അങ്ങനെ ഈ ബോച്ചെ എന്ന് പറയുന്ന ഓരോ സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടുത്തെ എന്നാ പറയുന്നത്, ഈ ബുദ്ധിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു ടെമ്പിളാണ് തെങ്ബോച്ചയിലുള്ളത്. അപ്പോൾ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ വെച്ചു, നമുക്കിന്ന് നാംചെ ബസാറിൽ നിന്ന് തെങ്ബോച്ച വരെ പോവാം. അങ്ങനെ ഞങ്ങൾ നടന്നു തുടങ്ങി. അപ്പം ഏകദേശം ഒരു 3500 മീറ്റർ എലവേഷനിൽ നിന്ന് നമ്മൾ എത്തിച്ചേരേണ്ടത് 4100 മീറ്ററാണ്. ഏകദേശം ഒരു 1000 മീറ്റർ അടുത്ത് വരുന്ന ഒരു എലവേഷൻ നമ്മൾ കവർ ചെയ്യണം. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു, ഓക്കെ നമുക്കെന്നാൽ ഒരു അക്ലിമറ്റൈസേഷനും ആവും, നമുക്ക് അവിടെ പോയി താമസിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ യാത്ര തുടങ്ങി. അപ്പം ഏകദേശം ഒരു 4 മണിക്കൂർ ട്രക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ തെങ്ബോച്ചെ എത്തി. ഈ പറയുന്ന ബുദ്ധിസ്റ്റുകളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടെമ്പിളുകളൊക്കെയുള്ള സ്ഥലത്തെത്തി. അവിടെ ചെന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് മനസ്സിലായി കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പെങ്ബോച്ചെ എന്ന സ്ഥലമുണ്ട്, അവിടെ അക്കോമഡേഷൻസ് കിട്ടും എന്ന് പറഞ്ഞു ഞങ്ങളോട്. അപ്പം പോകുന്ന വഴിക്ക് ഈ പറയുന്ന ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഓരോ ഡയറക്ഷൻസൊക്കെ ചോദിക്കും. അപ്പം ട്രക്ക് ചെയ്ത് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്, അങ്ങോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ പോയി ചോദിച്ച് ഗൈഡൻസൊക്കെ സ്വീകരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ പറയുന്ന പിള്ളേരെ കാണുന്നുണ്ട്, പിള്ളേരുമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പം ആൻഡോ സാറൊക്കെ ഭയങ്കര പെക്യുലറായിട്ട് ഓരോ കൊച്ചിനോടും പറയല്ല, എല്ലാ ദിവസവും സ്കൂളിൽ പോകണം, റോജ് സ്കൂൾ മേ ജാനാ ഹേ എന്ന് ഹിന്ദിയിലൊക്കെ പറയുന്നത്. അപ്പോൾ അത് കേട്ട് പിള്ളേരൊക്കെ ചിരിക്കും. കാരണം ഈ ഹിമാലയൻ റീജിയനിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്കൂളുകൾ ഭയങ്കര റയറാണ്. പ്രത്യേകിച്ച് ആ റീജിയനിൽ സ്കൂളെന്ന് പറയുന്ന നാംചെ ബസാറിൽ മാത്രമേ സ്കൂളുള്ളൂ. അപ്പം ഈ റെഗുലറായിട്ട് സ്കൂളിൽ പോകുന്ന ആൾക്കാരും കുറവാണ്. അപ്പോൾ പിള്ളേരെ കാണുമ്പോൾ ഞങ്ങൾ ഇവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് പറയും, നിങ്ങൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് മോട്ടിവേഷനൊക്കെ കൊടുത്താണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോഴും ഞങ്ങളുടെ ബാഗ് കണ്ടിട്ട് ആൾക്കാർ ചോദിക്കും എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പറയും ഞങ്ങൾ ഫുഡ് വേസ്റ്റ് ആക്കരുത്, അതേപോലെ എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കണം, എല്ലാവരോടും സ്കൂളിൽ റെഗുലറായിട്ട് പോകാൻ വേണ്ടി പറയണം എന്നൊക്കെ ഞങ്ങളുടെ ഈ പറയുന്ന ഈ യാത്രയുടെ ലക്ഷ്യത്തെപ്പറ്റി ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇവരോട്. അപ്പം ഇങ്ങനെ സംസാരിച്ചും ആൾക്കാരോട് ഇടപെട്ടുമൊക്കെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ തെങ്ബോച്ചെ എത്തി. തെങ്ബോച്ചയിൽ നിന്ന് ഞങ്ങൾക്ക് ഡയറക്ഷൻസ് കിട്ടി. അതായത് കുറച്ചും കൂടി മുമ്പോട്ട് പോയി പെങ്ബോച്ച സ്ഥലം ഉണ്ടാവും, അവിടെ ചെന്നാൽ അക്കോമഡേഷൻസൊക്കെ അത്യാവശ്യം ചീപ്പ് റേറ്റിന് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ മുമ്പോട്ട് പോയി പെങ്ബോച്ചെ എത്തി. സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു 400-500 രൂപയ്ക്ക് ആവുള്ളൂ അക്കോമഡേഷൻ, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭക്ഷണത്തിൻ്റെ റേറ്റ് നമ്മൾ ചിന്തിക്കുന്നതിൽ ഏറെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണക്ക് കൂട്ടിയിരുന്നത് ഏകദേശം ഒരു വ്യക്തിക്ക് ഒരു 25,000-30,000 ഒരു വ്യക്തിക്കാവും എന്ന രീതിയിൽ ഞങ്ങൾ കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ നാംചെ ബസാർ എത്തിയപ്പോഴത്തേക്ക് മനസ്സിലായി ഞങ്ങളുടെ പൈസ ചിലവായിട്ടേ ഇല്ല. കാരണം പോകുന്നിടത്തെല്ലാം ഞങ്ങളിങ്ങനെ ഫ്രീ ആയിട്ട്, അതായത് ആൾക്കാർ ഫ്രീ ആയിട്ട് അക്കോമഡേഷൻസ് തരുന്നു, വളരെ ജെൻറ്റിലായിട്ട് ഞങ്ങളോട് സംസാരിക്കുന്നു. അപ്പം അത്യാവശ്യം ഈ യാത്രയുടെ കോസ്റ്റൊക്കെ കുറഞ്ഞിരിക്കുക. അതായത് നമ്മൾ ചിന്തിച്ച് അത്രയും പൈസയൊന്നും ആകുന്നില്ല. അപ്പം അന്ന് ഞങ്ങൾ പെങ്ബോച്ചയിൽ താമസിച്ചതും ഒരു കോട്ടേജിലാണ്. അവിടെ താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അതേപോലെ തന്നെ ഞങ്ങളുടെ യാത്രയുടെ ലക്ഷ്യവും ഈ പറയുന്ന ഞങ്ങളുടെ ഈ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് അവർ നല്ല സന്തോഷം തോന്നി അവർക്ക്. അത് കാരണം പൈസ ഒട്ടും തന്നെ മേടിക്കുന്നില്ല. ഞങ്ങൾ പറയും, നിങ്ങളുടെ ഹോട്ടലിനടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവിന് വേണ്ടി നിങ്ങൾ പൈസ മേടിക്കണം. അപ്പോൾ അവർ പറയും, നിങ്ങൾ വേണ്ട, നിങ്ങളിങ്ങനെ ഒരു പർപ്പസിന് വേണ്ടി പോകുന്നത് കാരണം അവർ പൈസ ഞങ്ങളുടെ മേടിക്കുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ പെങ്ബോച്ചയിലെത്തി അന്ന് ഞങ്ങൾ നെക്സ്റ്റ് ഡേ താമസിച്ചു. അതായത് ട്രക്കിങ് ചെയ്തിട്ട് 2ാമത്തെ ദിവസമാണ് പെങ്ബോച്ച എത്തുന്നത്. പിന്നെ അതിനുശേഷം പെങ്ബോച്ചയിൽ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഗോരഖ്ഷേപ്പ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. അപ്പം അവിടുന്ന് ഏകദേശം ഒരു 1000 മീറ്റർ അടുത്ത് കവർ ചെയ്യണം. 5000 മീറ്റർ അടുത്ത് വരെ എത്തും. ഗോരഖ്ഷേപ്പ് എന്ന് പറയുന്നത് അത്രയും ഹൈറ്റാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അന്ന് ദിവസം പെങ്ബോച്ച താമസിച്ചു. അന്നും ഞങ്ങളോട് ഇവർ നല്ല സ്നേഹത്തോടു കൂടി പെരുമാറി ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അക്കോമഡേഷൻസും തന്നു. പൈസ നാമമാത്രമായിട്ടുള്ള കുറച്ച് പൈസ മാത്രം മേടിച്ചു. അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് ഡേ അവരോട് ബൈ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും
യാത്ര ചെയ്തു ഗോർഷേപ്പിലേക്ക്. സാധാരണ ഞങ്ങൾ വില്ലേജിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ താമസിക്കുന്നത് ഒരു 1000 മീറ്റർ അല്ലെങ്കിൽ 2000 മീറ്റർ ആ ലെവലിലുള്ള മലകളിലാണ് താമസിച്ചിട്ടുള്ളത്. അപ്പം ഈ ഗോർഷേപ്പിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് 4500 മീറ്റർ വരെ കവർ ചെയ്യണം. അപ്പം ഏറ്റവും പുതുതായിട്ടുള്ളൊരു ടെറൈൻസാണ്. ജപ്പാൻ വില്ലേജുകളിൽ ഉള്ളൊരു എക്സ്പീരിയൻസ് വെച്ച് അവിടെ താമസിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. ഏതായാലും ഞങ്ങൾ മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ്. പമ്പോച്ചയിൽ നിന്ന് ഞങ്ങൾ വീണ്ടും ഗോർഷേപ്പിലേക്ക് യാത്ര ചെയ്യുക. അപ്പം അന്ന് ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഗോർഷേപ്പ് വരെ എത്തിയില്ലെങ്കിൽ തന്നെ അതിൻ്റെ താഴെ എത്തിയാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഞങ്ങൾ യാത്ര തുടങ്ങുന്നത്. അപ്പം പോകുന്ന വഴിക്കെല്ലാം ഞങ്ങൾ കൊന്ത ചൊല്ലി ബുദ്ധിമുട്ടുകൾ വരുമ്പോഴത്തേക്കും അവിടെ സൈഡിൽ കുത്തിയിരിക്കുക. എന്നിട്ട് പിന്നെ ഞങ്ങളുടെ ഷെയറിങ്സ് മൊത്തം ഇതിങ്ങനെ എപ്രകാരമാണ് നമ്മുടെ ഈ പറയുന്ന പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെ കരുതലും പരിസ്ഥിതി അമ്മയുടെ കരുതലൊക്കെ എപ്രകാരമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഈ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ നേരത്തെ ഞങ്ങൾ സംസാരിക്കുന്നത്. കാരണം അത്രമാത്രം ഒരു ഇടപെടലും ദൈവികമായിട്ടുള്ള ഒരു ഇടപെടലും സംരക്ഷണവും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ആ യാത്രയിൽ ഉടനീളം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോർഷേപ്പിലേക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഉള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ കണക്കാക്കി ഞങ്ങൾ എന്നാ പറയുന്നത് കുറച്ച് തണുപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള സ്വെറ്ററൊക്കെ എടുത്തിടണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ യാത്രയിൽ ഇങ്ങനെ പോകുന്ന വഴിക്കാൻ സംസാരിച്ചു. പക്ഷേ അങ്ങനെ അത്ര നീട് തോന്നിയില്ല. പക്ഷേ കുറച്ച് ക്ലൈംബ് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. ഞങ്ങൾക്ക് ഈ പറയുന്ന കൈകളിൽ ഭയങ്കരമായിട്ട് കൈയൊക്കെ മരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ പറയുന്ന കൈയൊക്കെ ഇങ്ങനെ കൂട്ടി ഒരുമിച്ച് ഈ ചൂടൊക്കെ പിടിച്ച് കുറേ നേരം അവിടെ കുത്തിയിരുന്നു. കാരണം ഈ അവിടേക്ക് യാത്ര ചെയ്തിട്ടുള്ള ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പുമായിരുന്നു. കാറ്റും തണുപ്പും കൂടെ വരുമ്പോഴത്തേക്ക് അറിയാം എല്ലാം മരച്ചു. അങ്ങനെ എന്നാ പകുതി ഇരുന്നും പിന്നെ പ്രാർത്ഥിച്ചു അങ്ങനെ പതുക്കെ മുമ്പോട്ട് പോവുക. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ രണ്ടുപേരെ കണ്ടുമുട്ടി. അവർ നാട്ടിൽ നിന്നുള്ളവരായിരുന്നു. അവർ പറഞ്ഞു കണ്ണൂരുകാരാണ്, അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞു ആദ്യമായിട്ടാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ് നടത്തുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഗൈഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് ഞങ്ങൾക്ക് ഗൈഡില്ലേ, ഞങ്ങൾ പറഞ്ഞു ഒരു ഗൈഡുണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് സംസാരിച്ച് അപ്പോൾ അവർ നന്നായിട്ട് ഏകദേശം 1 ലക്ഷം രൂപ എടുത്താവും കേട്ടോ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്ക്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾ രണ്ടുപേരുമാണ്, പിന്നെ ഞങ്ങളുടെ ദൈവം കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരോട് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ തീരുമാനിച്ചെന്നാൽ ഗോർഷേപ്പ് എത്തിയില്ലെങ്കിൽ തന്നെ താഴെ താമസിക്കാവുന്ന രീതിയിൽ ഞങ്ങൾ പോകുന്നത്. പക്ഷേ എന്താ പറയേണ്ടത്, ഞങ്ങളുടെ ക്ഷീണമെല്ലാം മാറി ഞങ്ങൾ ഗോർഷേപ്പിലെത്തി. അതായത് സാധാരണ 4 മണിക്കൂർ ട്രക്ക് ചെയ്യേണ്ട ഒരു ദിവസം 4 മണിക്കൂർ സാധാരണ ട്രക്കേഴ്സ് ട്രക്ക് ചെയ്യാറുള്ളൂ. പക്ഷേ ഞങ്ങൾ 3 ദിവസം കൊണ്ട് ഞങ്ങൾ ഗോർഷേപ്പിലെത്തി. ഗോർഷേപ്പിലെത്തി താമസിച്ച് നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പിന്നെ ട്രക്ക് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് -6, അതായത് -6 ആയിരുന്നു ആ സമയത്തെ ടെമ്പറേച്ചർ. അപ്പോൾ അത്രയും തണുപ്പുള്ള സമയത്താണ് ഞങ്ങൾ കയറി ചെല്ലുന്നത്. ഞങ്ങൾ കയറി ചെന്നപ്പോഴത്തേക്കും ഏകദേശം സാധാരണ ചെയ്യേണ്ടത് നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം, ഈ ഹോട്ടലുകൾ ബുക്ക് ചെയ്യണം. കാരണം അത്രയും തിരക്കുള്ള സമയത്താണ് ഒരു സ്ഥലമാണ് ഈ ഗോർഷേപ്പ് എന്ന് പറയുന്നത്. കാരണം കാലാപ്പത്ത് എന്ന് പറയുന്നത് EBC എന്ന് പറയുന്നത് 2 ട്രക്കിംഗ് ഡെസ്റ്റിനേഷൻ സ്പോട്ടുകളുണ്ട്. കാരണം ട്രക്കേഴ്സിൻ്റെ എല്ലാം ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻസ് ആണ്. ഏറ്റവും ഫൈനൽ ഡെസ്റ്റിനേഷൻ കാലാപ്പത്തർ എന്ന് പറയുന്നത് ഒരു ഹൈസ്റ്റ് ട്രക്കിംഗ് പോയിൻ്റ് ആണത്. അതേപോലെ തന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പ്. ഇപ്പോൾ ഈ 2 ഡെസ്റ്റിനേഷനിലേക്ക് പോയി തിരിച്ചു വരുന്ന ആൾക്കാർ, അങ്ങോട്ട് പോകുന്ന ആൾക്കാർ, ഇവർ എല്ലാവരും വന്ന് താമസിക്കുന്ന ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് ഗോർഷേപ്പ് എന്ന് പറയുന്നത്. ഒരു 5000 അടുത്ത് മീറ്റേഴ്സ് എനിക്ക് തോന്നുന്നു, കറക്റ്റാണെങ്കിൽ 5000 മീറ്ററിൻ്റെ അടുത്ത് തന്നെ വരും. അതിനുശേഷം പിന്നെ ഒരു 600-700 മീറ്റർ എക്സ്ട്രാ കയറണം ഈ പറയുന്ന കാലാപ്പത്തറിലേക്ക്. അപ്പോൾ ഞങ്ങൾ 6 മണി 7 മണി ആയപ്പോഴത്തേക്കും 3-ാമത്തെ ദിവസം 3rd ഡേ ഓഫ് ട്രക്കിങ് നമ്മൾ ഗോർഷേപ്പിലെത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ചോദിച്ചു നേരത്തെ ബുക്ക് എന്താ ചെയ്യാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ സ്പീഡ് ഏറ്റവും നേരത്തെ തന്നെ ട്രക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കിയതാണ്. അപ്പം അവർ ഞങ്ങളോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇന്ന് ഇവിടെ അക്കോമഡേഷൻസ് പറ്റത്തില്ല, നിങ്ങൾ ഒന്നെങ്കിൽ താഴേക്ക് തിരിച്ചു പോകണം, അല്ലെങ്കിൽ വേറെ ഹോട്ടലുകൾ നോക്കണം, അങ്ങനെയാണെങ്കിൽ അടുക്കളയ്ക്കെല്ലാം കടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ ഞങ്ങൾ അവരുമായിട്ട് വീണ്ടും സംസാരിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു ലക്ഷണത്തിന് വേണ്ടി വന്നേക്കാം. ഞങ്ങളുടെ പോസ്റ്ററൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന കൊന്തയും ഞങ്ങളുടെ സംസാരമൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിങ്ങളവിടെ താമസിച്ചു. അങ്ങനെ ഹോട്ടലിൻ്റെ ഉടമ തന്നെ സാധാരണ വർക്കേഴ്സ് കിടക്കുന്നൊരു ചെറിയൊരു സ്പോട്ടുണ്ട്, അവരോട് പറഞ്ഞു നിങ്ങൾ വർക്കേഴ്സിനോട് മാറ്റി കിടത്തിയിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റേ അന്ന് അവിടുത്തെ ആ ഹോട്ടൽ ആളും ഞങ്ങൾക്ക് കൊണ്ട് ഒരുക്കി തന്നു. അപ്പോൾ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇതേപോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ എത്രമാത്രം കരുതലോട് കൂടിയിട്ടാണ് നമ്മുടെ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നത്, എത്രമാത്രം സ്നേഹത്തോട് കൂടിയിട്ടാണ് അവർ നമ്മളെ വഴി നടത്തുന്നുള്ള ആ ഒരു വലിയൊരു എന്നാ പറയുന്ന ഒരു ഫീലിംഗ് നമുക്ക് ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അന്ന് ഞങ്ങളവിടെ സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ഞങ്ങൾക്ക് കയറാനുള്ളത് കാലാപ്പത്രാണ്. കാലാപ്പത്രം എന്ന് പറയുന്നത് 5644 മീറ്റർ ഹൈറ്റുണ്ട്. ഒരു ട്രക്കറിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ പറയുന്ന ഈ ഹൈറ്റിലേക്ക് കയറുക എന്നുള്ളത്. അപ്പോൾ അന്ന് ഞങ്ങൾ രാവിലെ നെക്സ്റ്റ് ഡേ, അതായത് മൂന്നാമത്തെ ദിവസം ഏർലി മോർണിംഗിൽ ഞങ്ങൾ നേരെ കാലാപ്പത്രത്തിലേക്ക് കയറുക. ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു യാത്രയാണ് ഈ ട്രെക്കിങ്. അതായത് 5600 എന്ന് പറയുന്നത് ശ്വാസം ഭയങ്കര, ഇപ്പം നമ്മൾ ഒരു അരയിഞ്ച് അരിച്ചരിച്ച് കയറുക എന്ന് പറയത്തില്ല, അതേപോലെ വേണം ഈ ഇതിൻ്റെ മേളിലെത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ യാത്ര ആരംഭിച്ചു. ഞങ്ങൾ ഏറ്റവും മേളി ഏകദേശം എത്താറായപ്പോഴത്തേക്കും പറഞ്ഞു പറ്റത്തില്ല, ഭയങ്കരമായിട്ട് ശ്വാസം ബുദ്ധിമുട്ടായി തുടങ്ങി, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പറഞ്ഞു എങ്ങനെയായാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് മേപ്പോട്ട് കയറാം. അങ്ങനെ ഞങ്ങൾ ഏറ്റവും മേളിലെത്തി ഞങ്ങൾ ഒരുമിച്ച് പിന്നെ സ്വർഗ്ഗസ്ഥനായ പിതാവെന്നൊരു പ്രാർത്ഥനയൊക്കെ അവിടെ നിന്ന് ചൊല്ലി എന്നാ പറയുന്നത് സ്വർഗ്ഗത്തിലേക്ക് കൈകളൊക്കെ ഉയർത്തിയാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പം ശരിക്കും അതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആ ഒരു ഹൈറ്റിലേക്ക് എത്തിച്ചേരുക, ഒരു മൂന്നാമത്തെ ദിവസം എത്തിച്ചേരുക എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് ഫിസിക്കലി ഫിറ്റായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ദൈവം ഞങ്ങളെ അനുവദിച്ചു. അന്ന് ഞങ്ങൾ മൂന്നാമത്തെ ദിവസം ഏർലി മോർണിംഗിൽ ഞങ്ങൾ നേരെ ഈ ഗോർഷേപ്പ് ട്രക്ക് ചെയ്ത് കാലാപ്പത്രൻ്റെ മേളിലെത്തി. എന്നിട്ട് പിന്നെ അന്ന് തന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി പിന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ലക്ഷ്യമായിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. ഇപ്പം വീണ്ടും അവിടുന്ന് ഒരു 2 മണിക്കൂർ യാത്ര ചെയ്യണം എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ താഴേക്ക് ട്രക്ക് ചെയ്ത് താഴേക്ക് കാലാപ്പത്രം താഴേക്ക് ഇറങ്ങി വീണ്ടും ഞങ്ങൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ലക്ഷ്യമായിട്ട് മുമ്പോട്ട് പോയി. അവിടെ എത്താറായപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. കാലാവസ്ഥ അനുകൂലമായിരുന്നു. സാധാരണ ഭയങ്കര കാറ്റൊക്കെ വീശുന്ന സമയമാണ്, പക്ഷേ കാലാവസ്ഥ അനുകൂലമായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച ഏകദേശം ഒരു ഉച്ചയോട് കൂടിയിട്ട് ഞങ്ങൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ താഴെ എത്തിച്ചേർന്നു. ചെന്ന ഉടനെ തന്നെ ഞങ്ങൾ കയ്യിൽ കൊന്തയൊക്കെ എടുത്തു. അന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ എന്താ പറയുന്നത് ഓവർവെൽംഡാന്ന് പറയത്തില്ല, നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ എന്ത് ആഗ്രഹിച്ച് മുമ്പോട്ട് പോവുകയോ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക, അതും ദൈവാനുഗ്രഹത്തോട് കൂടിയിട്ട് യാതൊരു എന്നാ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ ഫസ്റ്റ് ട്രെക്കിംഗ് ഇങ്ങനെ സക്സസ്ഫുൾ ആവുക. 15 ദിവസം കൊണ്ട് തീർക്കേണ്ട സാധനം ഞങ്ങൾ അതായത് ഈ ഒരു 6-7 ദിവസം കൊണ്ട് തീർക്കാമെന്നുള്ള പ്ലാനിങ്ങിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് എന്തുകൊണ്ടും എന്നാ പറയുന്നത് ഭയങ്കര സന്തോഷം അനുഭവിക്കുന്നൊരു അവസ്ഥയിലേക്ക് ഞങ്ങൾ അവിടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രീതി എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ. നമ്മൾ ഏത് കാര്യം ചിന്തിച്ചിട്ട് മുമ്പോട്ട് ഇറങ്ങി തിരിച്ചോ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഇല്ലേ. അപ്പോൾ ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കുറേ നേരം അവിടെ ചിലവഴിച്ചു. ഞങ്ങൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പാറയൊക്കെ ഉണ്ട്. സാധാരണ ട്രക്കേഴ്സിൻ്റെ എല്ലാം വലിയ ഡ്രീമാണ് ഈ പാറയുടെ അടുത്ത് ഒരു ഫോട്ടോയൊക്കെ എടുക്കുക എന്നുള്ളത്. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കയ്യിൽ കൊന്തയൊക്കെ എടുത്ത് അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ തിരിച്ചിറങ്ങി. ഇറങ്ങുന്ന സമയത്താണെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അതായത് ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരുമെന്നും, അതായത് 3 ദിവസം കൊണ്ട് ഇവിടെ എത്തിച്ചേരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പം നമ്മൾ നമ്മുടെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒന്നും അസാധ്യമായിട്ടില്ല എന്നുള്ളൊരു എന്താ പറയുക ആ ഒരു ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മൾ അറിയത്തില്ല, നമ്മൾ ആ വിശ്വാസം അനുഭവിച്ചറിഞ്ഞാലുള്ള ഒരാളുടെ എങ്ങനെയായിരിക്കും അയാൾ പ്രതികരിക്കുക. ഇപ്പോൾ ചിലർ പറയും, ചിലർ ആനന്ദ കണ്ണീരൊഴുക്കും, ചിലർ ദീർഘമായിട്ട് ശ്വാസം എടുക്കും. പക്ഷേ അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കണ്ണൊക്കെ നിറഞ്ഞു പോയായിരുന്നു അന്ന് ആ സമയത്ത് മേളിലെത്തിയപ്പോഴത്തേക്കും. ശരിക്കും ദൈവത്തോട് നന്ദി പറയുന്നു, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് നന്ദി പറഞ്ഞ് ഞങ്ങൾ പതുക്കെ എവറസ്റ്റ് ബേസ് ക്യാമ്പിനെ താഴേക്ക് ഇറങ്ങി. എന്നിട്ട് ഞങ്ങളുടെ തിരിച്ചുള്ള യാത്ര എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയായിരുന്നു. ഭയങ്കര പെട്ടെന്ന് തന്നെ ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ഞങ്ങൾ താമസിച്ച രാജൻ ചേട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ തിരിച്ചു വന്നു.
അപ്പോൾ അവരും അത്ഭുതപ്പെട്ടു പോയി, ഇത്രയും പെട്ടെന്ന് ട്രക്ക് ചെയ്ത് തിരിച്ചു വന്നു. സാധാരണ ഷെർപ്പകളാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും പെട്ടെന്ന് തന്നെ യാത്രകൾ നടത്തുന്നത്. അതായത് ഈ ഹൈറ്റ് ഡിഫറൻസ് ഒന്നും അവർക്ക് വലിയ അവരെ ഫിസിക്കലായിട്ടൊന്നും അഫക്റ്റ് ചെയ്യാറില്ല. സാധാരണ അവർക്കാണ് ഇതൊക്കെ പറ്റുന്നത്. പക്ഷേ ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസും ഇല്ലാത്ത ഈ 2 ഇന്ത്യക്കാർ വിശ്വാസത്തിൻ്റെ പുറത്തും അതേപോലെ ഈ ഒരു പർപ്പസിൻ്റെ പുറത്തും കയറി ഇറങ്ങിയെന്ന് കേട്ടപ്പോഴത്തേക്കും അവർക്കും ഭയങ്കര സന്തോഷമായി. അവർ ഞങ്ങളോടൊന്ന് ഫോട്ടോയൊക്കെ എടുത്തു. തിരിച്ച് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ട്രക്ക് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും വെയിറ്റ് കുറയ്ക്കണമല്ലോ. അപ്പോൾ ബാഗിനകത്ത് സാധനമെല്ലാം തിരിച്ചു വെച്ചു. ചേട്ടനോട് നന്ദി പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് താഴേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾ സൂർക്കയിലേക്ക് 2 ദിവസം കൊണ്ട് ഞങ്ങൾ തിരിച്ച് സൂർക്കയിലെത്തി. പിന്നെ സൂർക്കയിൽ നിന്ന് പിന്നെ മുമ്പോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഇപ്പോഴും പേടിയോടുകൂടി ഓർക്കുന്നൊരു യാത്രയാണ്. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു താംഡാടയിലാണ് വണ്ടി വെച്ചേക്കുന്നത്. അപ്പം സൂർക്കയിൽ നിന്ന് വീണ്ടും താംഡാടയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ഹയസ്റ്റ് എലവേഷനാണ്. അതായത് ഒരു കുഴി പോലെയാണ്, ഇങ്ങനെയാണ് കയറിപ്പാൻ. അപ്പോൾ ഓൾറെഡി ട്രക്ക് ചെയ്ത് ഇച്ചിരി ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 5-ാമത്തെ ദിവസം, അതായത് 3 ദിവസം കൊണ്ട് മേളിലെത്തി, 3 ദിവസം കൊണ്ട് ഏറ്റവും മേളിലെത്തി. പിന്നെ ഞങ്ങൾ തിരിച്ച് തന്നെ ഇറങ്ങി. 6-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ സൂർക്കയിലെത്തിയായിരുന്നു. സൂർക്കയിൽ നിന്ന് ഞങ്ങൾ വീണ്ടും ട്രക്ക് ചെയ്ത് തിരിച്ച് താംഡാട വണ്ടി വെച്ചേക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അവിടുന്ന് പിന്നെ വണ്ടി ഞങ്ങൾ കയറി. അപ്പോഴത്തേക്കും ഞങ്ങളുടെ തീരുമാനം ഓക്കെ, ഇന്ന് തന്നെ, അതായത് 7-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഞങ്ങൾ എവിടുന്ന് ചിറ്റവനിലേക്ക് തിരിച്ചെത്തണം. അപ്പോൾ വീണ്ടും അതായത് ഏകദേശം ഒരു 12 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വേണം പോകാൻ. അപ്പോൾ വരുന്ന വഴിയിട്ട് ഈ ഭയങ്കര ഓഫ് റോഡാണ് കേട്ടോ. ഈ സൂർക്കൈ അതായത് താംഡാട വരെ എത്താനുള്ളത് ഭയങ്കര ഒരു 6-7 മണിക്കൂർ ഓഫ് റോഡാണ്. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു ഓക്കെ, നമുക്കെങ്ങനെ യാത്ര ചെയ്യാം. അങ്ങനെ ഞങ്ങൾ താംഡാടയിൽ ചെന്ന് ഒരു 3 മണിയോട് താംഡാടയിൽ ചെന്ന് പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് യാത്ര ചെയ്യുകയാണ്. പോകുന്ന വഴിക്ക് പെരും മഴ. അപ്പോൾ ഈ വഴിയുടെ പ്രത്യേകത ഈ ഭയങ്കരമായിട്ട് ഈ ടയർ കിടന്ന് തെന്നും. അപ്പം ഞങ്ങൾ ചിന്തിച്ച് ഇത് വഴി മിക്കവാറും കടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് വണ്ടി ഓടി പോവുകയാണ്. അപ്പം ഒരു ഡെസ്റ്റിനേഷൻ കവർ ചെയ്യണം, ഒരു ഹോട്ടലുകൾ, അത്യാവശ്യം ഹോട്ടലുകളൊക്കെ ഉള്ള ഒരു ഡെസ്റ്റിനേഷൻ കവർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ വണ്ടി അവിടെ വെച്ചിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഒരു ചെറിയൊരു കോശി റിവർ പാസ് ചെയ്യുന്നൊരു ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അടുത്ത് നിന്ന് വലിയൊരു കുത്ത. അപ്പോൾ സാറ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇറങ്ങി വഴി പറഞ്ഞു തരാം. അപ്പോൾ പറഞ്ഞു സാറേ കുഴപ്പമില്ല, മഴയല്ലേ, അപ്പോൾ സാറ് വണ്ടിക്കകത്ത് തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഏകദേശം ആ കുന്ന് കയറാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്ക് വലിയൊരു പാറയുടെ അവിടെ വണ്ടി കുടുങ്ങി. അപ്പോൾ എന്ത് ചെയ്തിട്ട് റിവേഴ്സൊക്കെ എടുത്ത് മുമ്പോട്ട് പോകുന്നു, വണ്ടി എന്നാ പറയുന്നത്, എന്ത് ചെയ്താലും വണ്ടി കയറുന്നില്ല. അപ്പോൾ കുറേ പണിപ്പെട്ടു. സാറും വണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങി ഇതേപോലെ കല്ലൊക്കെ ഇട്ട് തന്നു. പക്ഷേ വണ്ടി കയറുന്നേ ഇല്ല. അപ്പോഴത്തേക്കും സാറ് ഇപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ കുടുങ്ങിയല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഈ നേപ്പാളിൻ്റെ പ്രത്യേകത മഴ പെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം എവിടുന്ന സഹായം കിട്ടുന്നത് ഞങ്ങൾ ചിന്തിച്ചിരിക്കുക. അപ്പോൾ ആ പ്രദേശത്ത് ഒരൊറ്റ വീടുകളില്ല കേട്ടോ. അപ്പം ഞങ്ങളിത് ഇപ്പോൾ എവിടുന്ന ഒരു വ്യക്തിനെ കാണാൻ കൂടിയില്ലല്ലോ എവിടെയും. ഇപ്പോൾ ഞങ്ങൾ താഴ്ന്ന് കുറച്ചൊരു ഓണൊക്കെ അടിച്ചു. എന്ത് പറയുന്നതെന്ന് അറിയത്തില്ല, ദൈവത്തിൻ്റെ ഇടപെടലെന്ന് പറയാം. ഒരു 6-7 പേര് പെട്ടെന്ന് തന്നെ ഓടി ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തേക്ക് വരിക. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചാൽ എന്നാ പറ്റിയെന്ന്. അപ്പോൾ വണ്ടി കയറുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അവർ ഈ വഴിയെല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടി ഏകദേശം ഒരു 1/4 മണിക്കൂർ സമയം എടുത്തു കേട്ടോ. ആ വഴിയെല്ലാം ക്ലിയറാക്കി വണ്ടിയുടെ വെയിറ്റ് കുറവാന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിയുടെ ഒരു പിക്കപ്പ് വെഹിക്കിളാണ് ഞങ്ങളുടെ വണ്ടിയുടെ പുറകിൽ കുറേ കല്ലൊക്കെ എടുത്തിട്ട് അവരുടെ ആ സമയത്ത് ആ മനുഷ്യർ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പാണ് ഞങ്ങൾ അവിടെ പെട്ട് കിടക്കേണ്ടതാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് പോയപ്പോഴത്തേക്കും പിന്നെ അത്യാവശ്യം ടൗണൊക്കെ കണ്ടു തുടങ്ങി. പിന്നെ ഒരു 1/2 മണിക്കൂർ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു ഹോട്ടൽ താമസിക്കാമെന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ വെച്ചാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടേക്ക് എത്തി. അപ്പോൾ എന്ത് വേണ്ടു, അതായത് യാത്ര ചെയ്ത് മുമ്പോട്ട് പോയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മനസ്സിലായി അന്ന് ഞങ്ങളവിടെ അവിടെ പെട്ട് കിടക്കേണ്ട ആൾക്കാരാണ്. ആ കയറ്റത്ത് ആൾക്കാർ വന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായി ദൈവം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മുടെ യാത്രയിലുടനീളം നമ്മൾ എന്ത് പാവന ലക്ഷ്യം മുമ്പോട്ട് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോയോ ആ ലക്ഷ്യം നമ്മുടെ മനസ്സിലുള്ളപ്പോഴും ആ ഉദ്ദേശശുദ്ധി മനസ്സിലുള്ളപ്പോൾ ഇതേപോലെ ദൈവം നമ്മളെ സഹായിക്കാനായിട്ട് മുമ്പോട്ട് വരും. പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കാൻ വേണ്ടി മുമ്പോട്ട്. കാരണം ആ ഏരിയയിൽ ഒരൊറ്റ വ്യക്തി പോലും ഇല്ലാത്ത അവിടെ മനുഷ്യർ വരേണ്ട കാര്യമില്ല. അപ്പം എങ്ങനെയാണോ ഈ പറയുന്ന മനുഷ്യരെത്തിച്ചേർന്നതെന്ന് അറിയത്തില്ല. ആരോ പറഞ്ഞു വിട്ടതായിരിക്കാം. അതിനൊക്കെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ എന്നൊക്കെ പറയത്തില്ലേ. അന്ന് ഞങ്ങൾ രാത്രിയിൽ അവിടെ താമസിച്ച് പിറ്റേ ദിവസം വണ്ടി എടുത്ത് പോവുകയാണ്. അപ്പോൾ ഈ വണ്ടിക്കൊരു പ്രശ്നം പറ്റിയായിരുന്നു. വണ്ടിയുടെ റേഡിയേറ്ററിൻ്റെ അത്യാവശ്യം വണ്ടി അറിയാവുന്ന ആൾക്കാർ റേഡിയേറ്ററിൻ്റെ ഫ്രണ്ടിലെ ഈ വെള്ളം പോകുന്ന ഇതുകൊണ്ട് ആ പൈപ്പ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് രാത്രി ഞങ്ങൾ യാത്ര ചെയ്ത് മുമ്പോട്ട് പോകുമായിരുന്നെങ്കിൽ വീണ്ടും പ്രശ്നമായേനെ. അപ്പോൾ ഈ റേഡിയേറ്റർ പൊട്ടിയ കാരണം ഞങ്ങൾ പതുക്കെ കുറച്ച് നേരം മുമ്പോട്ട് പോകുന്നുണ്ട്. വീണ്ടും കുപ്പിയിൽ ഒരു 10 കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചേക്കുക. ഈ പൈപ്പ് പൊട്ടിയ കാരണം പെട്ടെന്ന് വണ്ടി ചൂടാവും. അങ്ങനെ വീണ്ടും വെള്ളം ഒഴിക്കും. അങ്ങനെ പതുക്കെ മുമ്പോട്ട് പോയപ്പോഴത്തേക്കും കറക്റ്റ്, അതായത് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വണ്ടിയുടെ ഒരു MCയിൽ
ഈ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ സാധനം പൊട്ടൽ നിർത്താൻ വേണ്ടിയിട്ട് MC കിട്ടുന്ന കടയുടെ കറക്റ്റ് ഫ്രണ്ടിൽ വണ്ടി ഒന്ന് നിർത്തി അവർ തന്നെ ഈ ഒരു മെക്കാനിക് ഉണ്ടായിരുന്നു അവിടെ, അവർ പുള്ളി തന്നെ വന്ന് ഇതെല്ലാം ഒട്ടിക്കാനൊക്കെ സഹായിക്കുകയും ചെയ്തു. അപ്പം അതായത് നമ്മളെവിടെ പെട്ടുപോകും എന്ന് ചിന്തിച്ചിരുന്ന അവസ്ഥയെ വരെ ഈ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിസ്ഥിതിയുടെ സംരക്ഷണവും ഞങ്ങൾ അനുഭവിച്ചിരുന്നു. അപ്പോൾ ത്രൂ ഔട്ട് ദ ജേർണി ഞങ്ങളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഏകദേശം ഒരു 10-12 മണിക്കൂറിന് തിരിച്ച് ഞങ്ങൾ ആശ്രമത്തിലെത്തി. അപ്പം ഈ എത്തുന്ന സമയത്തൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എപ്രകാരമാണ് ഈ കരുതലും ദൈവത്തിൻ്റെ സംരക്ഷണവും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പറയാൻ പറ്റാത്തത്ര എന്നാ പറയുന്ന അനുഭവങ്ങളുണ്ട്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സംരക്ഷണത്തിൻ്റെയും നേരെ സാക്ഷ്യപത്രങ്ങളാണ് ഞാനും എൻ്റെ കൂടെ യാത്ര ചെയ്ത ബഹുമാനപ്പെട്ട ആൻഡോ സാറും. യാത്രയിലുടനീളം ഞങ്ങൾ അനുഭവിച്ചത് പരിശുദ്ധ അമ്മയുടെ സ്നേഹവും സാന്നിധ്യവും സംരക്ഷണവും തന്നെയായിരുന്നുവെന്ന് ഞങ്ങൾ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു. യാത്രയിലുടനീളം ഞങ്ങൾക്ക് കൂട്ടുണ്ടായിരുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണെന്ന് ഞങ്ങൾ നേരത്തെ പറയുകയുണ്ടായി. പ്രധാനമായിട്ടും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കൊന്ത തന്നെയായിരുന്നു. എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹപ്രകടനങ്ങളായി കൊന്ത ചെല്ലുകയും പരിശുദ്ധ അമ്മയുടെ ഭക്തി ഞങ്ങളുടെ കൂടെ കൂട്ടുകയും ചെയ്തപ്പോൾ അത്ഭുതങ്ങളായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നത്. മുമ്പോട്ടുള്ള യാത്രയിൽ എപ്പോഴും എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങോട്ടുള്ള യാത്രയാണ്, ആരെയൊക്കെയാണ് കണ്ടുമുട്ടുന്നതെന്നോ ഒന്നും അറിയാതെ മുമ്പോട്ട് പോയപ്പോഴും അമ്മയുടെ സംരക്ഷണം സ്നേഹമായി, കരുണയായി, കരുതലായി ഞങ്ങളെ കണ്ടുമുട്ടുന്ന ആൾക്കാരിലൂടെ ഞങ്ങളിലേക്ക് എത്തുകയായിരുന്നു. ഭക്ഷണമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത് ഞങ്ങൾക്ക് പോലും പരിചയമില്ലാത്ത വ്യക്തികൾ, ഞങ്ങളോട് സ്നേഹാദരം കാണിക്കുന്നത്, കണ്ടുമുട്ടുക പോലും ചെയ്യാത്ത, ഞങ്ങളോട് ഭാഷ പോലും സംസാരിക്കാത്ത, അറിയാത്ത കുറേ പേർ. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളിലൂടെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തെ ഞങ്ങൾ മുമ്പോട്ട് പോവുകയായിരുന്നു. എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, മാതാവിനെ മുറുകെ പിടിക്കുക, പിന്നെ എന്തും നിങ്ങൾക്ക് സാധ്യമായി തീരും. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ തന്നെ സാക്ഷ്യമാണ് മാതാവിനെ മുറുകെ പിടിച്ചതിലൂടെ, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചതിലൂടെ ഞങ്ങൾക്കുണ്ടായ സംരക്ഷണം, ഞങ്ങൾക്കുണ്ടായ വിജയം. കാരണം യാത്രയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അമ്മ ഇടപെടുകയുണ്ടായി. ഞങ്ങൾക്ക് സംരക്ഷണം നൽകി ഞങ്ങളെ കൊണ്ടു നടത്തിയത് പരിശുദ്ധ അമ്മ തന്നെയായിരുന്നു. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ അമ്മയുടെ കൂട്ടെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. പരിശുദ്ധ അമ്മയുടെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ ജപമാല എല്ലാ ദിവസവും ചൊല്ലണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു നന്മ നിറഞ്ഞ പറയുകയും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും പ്രകടമാക്കുന്ന പ്രാർത്ഥനയും ചൊല്ലി ദിവസം ആരംഭിക്കുകയാണെങ്കിൽ മുമ്പോട്ട് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എപ്പോഴും നമുക്ക് അനുഭവവേദ്യമാകും എന്ന് നമ്മുടെ മാതാപിതാക്കന്മാരും നമ്മുടെ പൂർവികരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും സത്യമാണ്. ജീവിതത്തിലുടനീളം ഈ അമ്മയെ കൂട്ടുപിടിക്കാനും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം മനസ്സിലാക്കുവാനും എപ്പോഴും സാധ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ കേൾക്കുകയും ഞങ്ങളെ ശ്രവിക്കുകയും ചെയ്യുന്ന, ഞങ്ങളുടെ അനുഭവ സാക്ഷ്യം കേൾക്കുകയും ചെയ്യുന്ന വ്യക്തികളോട് ഞങ്ങൾക്കൊന്നു മാത്രമേ പറയാറുള്ളൂ, പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിക്കുക, അമ്മ നിങ്ങളെ തീർച്ചയായിട്ടും സംരക്ഷിക്കും. നേപ്പാളിലെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്ക് അനുഭവവും ആ 3.5 ദിവസത്തെ അല്ലെങ്കിൽ അവിടെ വരെ ചെല്ലുന്നത് വരെയുള്ള സംഭവവും അതിനുശേഷം 3 ദിവസം കൂടെ താഴേക്ക് വന്ന സംഭവവും ഇതിലുടനീളം ഞങ്ങൾ അനുഭവിച്ച പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും അനുഭവിച്ചതൊക്കെ നിങ്ങളോട് ഞങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, നേപ്പാൾ എന്ന് പറയുന്നതും ഗോരഖ്പൂർ എന്ന് പറയുന്നതൊക്കെ ഓരോ മിഷൻ പ്രദേശങ്ങളാണ്. അങ്ങനെ ഒത്തിരിയേറെ മിഷൻ പ്രദേശങ്ങൾ നമ്മുടെ കത്തോലിക്ക സഭയ്ക്കുണ്ട്. ഈ മിഷൻ പ്രദേശങ്ങളിൽ എൻ്റെ ഒരു ചെറിയ അനുഭവം വെച്ച് ഏകദേശം ഒരു 4-5 വർഷം ഗോരഖ്പൂർ, നേപ്പാൾ എന്നീ സ്ഥലങ്ങളിൽ ഏകദേശം 5 വർഷത്തോളം ആയി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു മിഷണറി പ്രീസ്റ്റായിട്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സേവനം ചെയ്യുമ്പോൾ, കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രേക്ഷിതരായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, ഒത്തിരിയേറെ നമ്മുടെ സേവനവും നമ്മുടെ സ്നേഹവും ആവശ്യമുള്ള ഒരു സ്ഥലമാണ് ഈ നേപ്പാളും ഗോരഖ്പൂറും, അതേപോലെ ഈ നോർത്ത് ഇന്ത്യ പോലെയുള്ള ഓരോ മിഷൻ സ്ഥലങ്ങളും. ഇവിടെ നമ്മളെ കാത്ത്, നമ്മുടെ സേവനമൊക്കെ കാത്ത് ഒത്തിരിയേറെ മനുഷ്യർ നമ്മുടെ കാത്ത് നിൽപ്പുണ്ട്. കാരണം അത്രമാത്രം അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കത്തോലിക്ക സഭ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാരിലൂടെയും സിസ്റ്റേഴ്സിലൂടെയും ബഹുമാനപ്പെട്ട അൽമായന്മാരിലൂടെയൊക്കെ ഈ പ്രദേശങ്ങൾ നടത്തുന്നത്.
കത്തോലിക്ക സഭയുടെ ഒരൊറ്റ സാന്നിധ്യം കൊണ്ട് നമുക്ക് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ, വിദ്യാഭ്യാസ രംഗത്ത്, അതേപോലെ സോഷ്യൽ സെക്ടറിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, ഈ പ്രേക്ഷിത രംഗത്തേക്ക് വരാനും ഈ മിഷൻ പ്രദേശത്ത് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ആൾക്കാർ കുറവാണ്. വിളവധികം വേലക്കാരോ ചുരുക്കം, നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ളതാണ്. ഈ മിഷൻ പ്രദേശത്ത് പോയി വർക്ക് ചെയ്യാനും അവിടെ ഈ സോഷ്യൽ രംഗങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ സാധിച്ചത് കാരണം മാത്രമാണ് എനിക്ക് ഇങ്ങനെയൊരു പ്രത്യേക ട്രക്കിംഗ് അനുഭവം, അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള പരിസ്ഥിതി അമ്മയോടുള്ള എൻ്റെ സ്നേഹം വളർന്നതൊക്കെ ഈ മിഷൻ പ്രദേശത്ത് ചെന്നതിന് ശേഷമാണ്. ഈ നമുക്കൊന്നും ഭാഷ പോലും അറിയാതെ, ഇവിടുത്തെ കാലാവസ്ഥ എന്താണെന്നറിയാതെ ഇതിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ട ഒത്തിരിയേറെ പ്രേക്ഷിതരൊക്കെ നമുക്ക് മുമ്പുണ്ട്. ഇവരുടെ പ്രവർത്തനത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയൊക്കെ ഫലമാണ് അവിടുത്തെ മിഷൻ. നേപ്പാൾ കത്തോലിക്ക സഭയ്ക്ക് ഇനിയും ഒത്തിരിയേറെ പ്രേക്ഷിതന്മാരെയും പ്രേക്ഷിതകളെയും അൽമാരെയും അത്യാവശ്യമായിട്ടുണ്ട്. കാരണം ഈ പ്രദേശത്ത് മൊത്തമായിട്ട് അച്ഛന്മാരുടെ എണ്ണം എടുത്തു നോക്കുമ്പോഴത്തേക്കും 50-60 അച്ഛന്മാരെ അവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. അതിനനുസരിച്ചുള്ള നമ്മുടെ സിസ്റ്റേഴ്സും അൽമാരൊക്കെ കൂട്ടി നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 100 പേരെ അടുത്തെങ്ങാണ്ട് വരികയുള്ളൂ. നേപ്പാളിൻ്റെ പോപ്പുലേഷൻ വെച്ച് അത് ഏറ്റവും കുറവാണ് നമ്മുടെ ഈ സംഖ്യ, പ്രേക്ഷിതരുടെ സംഖ്യ. ഒത്തിരിയേറെ പ്രദേശങ്ങളിലേക്ക് ഇനിയും എത്തിച്ചെല്ലാനായിട്ടുണ്ട്. ഒത്തിരിയേറെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നേപ്പാളിൽ ഒത്തിരിയേറെ മിഷൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഈ നേപ്പാളിലേക്ക് വന്ന് പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെടുവാനും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക ക്ഷേമ രംഗത്തും ഒക്കെ ജോലി ചെയ്യാനൊക്കെ ആയിട്ട് ഒത്തിരിയേറെ നല്ല മനുഷ്യരെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ സ്നേഹമുള്ള കുഞ്ഞനിയന്മാരോടും കുഞ്ഞനിയത്തിമാരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വിളി കണ്ടെത്തി ദൈവത്തിൻ്റെ വിളിയോട് യെസ് പറഞ്ഞ് നേപ്പാളിലേക്ക് വരിക. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട്, സ്നേഹം ഉള്ളിലുള്ള മനുഷ്യരുണ്ട്, നിങ്ങളെ ഒത്തിരിയേറെ കരുതുന്ന മനുഷ്യരുണ്ട്. ഇവിടേക്ക് വരിക, ദൈവത്തിൻ്റെ സ്നേഹം പ്രഘോഷിക്കാനും യേശുവിൻ്റെ സ്നേഹം പങ്കുവെക്കുവാനും നിങ്ങളെ ഒത്തിരി സ്നേഹത്തോട് കൂടിയിട്ട് നേപ്പാൾ മിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു.